തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ നിൽക്കുന്നത് മാടക്കത്തറ പഞ്ചായത്തിലാണ്. ഈ മാടക്കത്തറ പഞ്ചായത്തിൽ ഇപ്രാവശ്യം ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണെന്നല്ലേ, ഇവിടെ രണ്ട് സഹോദരന്മാർ ഒരു വാർഡിന് വേണ്ടിയിട്ട് രണ്ട് സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ചേട്ടൻ ജോയ്സിന് വേണ്ടിയിട്ട്. രാഷ്ട്രീയ രംഗത്തേക്ക് കുറേ ആയോ വന്നിട്ട്, സജീവമാണോ? 10-15 കൊല്ലായി. 3-4 വർഷമായിട്ട് നമ്മൾ എല്ലാ മീറ്റിങ്ങുകളും എല്ലാ കാര്യങ്ങളിലൊക്കെ ആക്റ്റീവ് ആയിരുന്നു. പിന്നെ അതിന് മത്സരിക്കുന്നത് ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത്. രണ്ടുപേരും മത്സരിക്കുന്നത്. അതെ, അവനും ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത്. ഒരു കുടുംബത്തിൽ എന്ന് പറയുമ്പോൾ രണ്ടുപേരും രണ്ട് സ്ഥാനാർത്ഥിയായിട്ട് അത് ഒരൊറ്റ വാർഡിൽ മത്സരിക്കുകയാണ്. അപ്പൊ അതിലോട്ട് എങ്ങനെയാണ്? ഞാൻ ഐക്യ ജനാധിപത്യ മുന്നണിയിൽ മത്സരിക്കുന്നത് കൈപ്പത്തി ചിഹ്നത്തിൽ. അപ്പോൾ അവിടുത്തെ മണ്ഡലം കമ്മിറ്റി ഞാനാണ് ഇവിടെ വിജയസാധ്യത ഉള്ളത് എന്ന് കണ്ടുകൊണ്ടാണ് എനിക്ക് സീറ്റ് തന്നിട്ടുള്ളത്. അപ്പോൾ അവരും അതുപോലെ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു. വീട്ടിലെങ്ങനെയാണ് സപ്പോർട്ട്? രാഷ്ട്രീയത്തിലോട്ട് കടക്കുമ്പോൾ ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത്. അധികം സപ്പോർട്ട് ഇല്ല, കുറവാണ്. ചേട്ടനാണോ അനിയനാണോ കൂടുതൽ, എങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത്? ഇല്ല, അത് നമ്മളെ വീട്ടിൽ രാഷ്ട്രീയം ഇല്ല, സംസാരമില്ല. അവർക്ക് ഇഷ്ടമുള്ളവർക്ക് അവരെ ഇതനുസരിച്ച് രാഷ്ട്രീയം വോട്ട് ചെയ്യാം. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അനിയൻ ജെയ്സനെയാണ്. അപ്പോൾ രാഷ്ട്രീയ രംഗത്ത് എത്ര കാലമായി? ഏകദേശം ഒരു 10 വർഷത്തോളമായി. ഈ 10 വർഷക്കാലം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്ത്? ഇവിടെ ബ്രാഞ്ചിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ പാർട്ടി തീരുമാനം പറഞ്ഞപ്പോൾ നമ്മളത് അംഗീകരിച്ചു. പാർട്ടി മെമ്പർ എന്ന നിലയ്ക്ക് ഞാൻ അംഗീകരിച്ചു. ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത്? ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത്. ചേട്ടനും അനിയനും ആദ്യമായിട്ടാണ് അംഗക്കളത്തേക്ക്. അപ്പോൾ എങ്ങനെ, അതായത് മുന്നേ കൂട്ടി അറിയാമായിരുന്നോ രണ്ടുപേരും? മുൻപ് തീരുമാനിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ചേട്ടന് തീരുമാനം വന്നത്. അപ്പൊ എന്തായിരുന്നു അത് അറിഞ്ഞപ്പോൾ? കാരണം രണ്ട് പാർട്ടിയാണ്, രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള മത്സരമല്ലേ. തികച്ചും രണ്ട് വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ള മത്സരം. വീട്ടുകാരുടെ സപ്പോർട്ട് എങ്ങനെയാണ്? കുഴപ്പമൊന്നുമില്ല, ഭയങ്കര പൂർണ്ണ പിന്തുണയാണ്. എന്തായാലും ഇരു മുന്നണികൾക്കും ഉന്നത വിജയം ആശംസിച്ചുകൊണ്ട് ക്യാമറാമാൻ പ്രവീണിനോടൊപ്പം പ്രിയങ്ക, TCV ന്യൂസ്.